ഹരേ കൃഷ്ണ. ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നേക്ക് നമ്മൾ കാണാൻ പോണത് കാച്ചാംകുരിശി എന്നറിയപ്പെടുന്ന കശ്യപകുരിശി എന്ന ദിവ്യക്ഷേത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഇത്. വന്നിട്ട് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനും ഒരു കൊല്ലങ്കോടുകാരനാണ്. കാരണം ഈ കൊല്ലങ്കോടുകാരനായിട്ട് ഞാൻ ഈ മഹാവിഷ്ണു ഭഗവാന്റെ ഞാൻ മഹിമ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു കൊല്ലങ്കോടുകാരനാണ് എന്ന് പറയാൻ തന്നെ അർത്ഥമില്ല. എൻ്റെ ജീവിതം തന്നെ അർത്ഥശൂന്യമായി പോകും. അത്രയും മഹിമയേറിയ ഒരു അമ്പലമാണ്, ക്ഷേത്രമാണ് നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രം കാച്ചാംകുരിശി. ഇത് കാച്ചാംകുരിശി വന്നിട്ട് മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. സാക്ഷാൽ കശ്യപ മുനി തന്നെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൻ്റെ ഉത്തമമായ ഭക്തനാണ് കശ്യപമുനി. കശ്യപമുനി വന്നിട്ട് പ്രജാപതികളിൽ ഒരാളാണ് കശ്യപമുനി. മരീചിയുടെ മകനുമാണ്. അതേപോലെ പ്രജാപതിയിൽ ഒരാളായ ദക്ഷൻ്റെ മരുമകനുമാണ് കശ്യപമുനി. അങ്ങനെ ദക്ഷന് വന്നിട്ട് 13 പുത്രിമാരുണ്ടായിരുന്നു. അവരിനെ വിവാഹം കഴിച്ചത് നമ്മുടെ കശ്യപമുനിയാണ്. അങ്ങനെ ഈ കശ്യപമുനിയുടെ ഭാര്യമാരിൽ നിന്ന് കുറേ അസുരന്മാരും ഉണ്ടായി, ദേവന്മാരും ഉണ്ടായി. പിന്നെ അതിൽ ആദ്യത്തെ ഭാര്യ അതിഥി, അവർക്ക് 12 ആദിത്യന്മാർ ജനിച്ചു. അതിൽ ഒന്നാണ് വാമനൻ. സാക്ഷാൽ ഭഗവാൻ വാമന അവതാരം ഉണ്ടായത്. കശ്യപമുനി വന്നിട്ട് ഇതിൽ കൂടി സഞ്ചരിക്കും. ഈ സ്ഥലം ഭയങ്കര ആകർഷിക്കപ്പെട്ടു കശ്യപമുനിക്ക്. കാരണം നിറയെ മലനിരകളും പൂന്തോട്ടങ്ങളും ഭയങ്കര മനോഹരമായ സ്ഥലം, പുൽപ്പാടങ്ങളും അങ്ങനെ. അപ്പോൾ കശ്യപമുനി ഇത് തിരഞ്ഞെടുത്തു. ഇതാണ് ധ്യാനിക്കാനുള്ള ഒരു നല്ലൊരു സ്ഥലം. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചിട്ടിരുന്നു. കുറേ കഠിന ധ്യാനത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായിരുന്നു. എങ്ങനെ പറഞ്ഞാൽ ശംഖ് ചക്ര കഥാപത്മത്തോട് ഭഗവാൻ കശ്യപമുനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രതീക്ഷപ്പെട്ടായി സന്തോഷം താങ്ങാതെ ഭഗവാൻ ചോദിക്കുണ്ടായി, താങ്കൾക്ക് എന്താ വരം വേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കശ്യപമുനി പറഞ്ഞു, എനിക്ക് ഈ നാട്ടുകാരും ഈ സ്വദേശവും എല്ലാം സന്തോഷത്തോടെ ഇരിക്കണം, മനോഹരമായി ഇരിക്കണം, അതിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് കശ്യപമുനി ഭഗവാനോട് വരം ചോദിച്ചു. അങ്ങനെ വരം ചോദിച്ച ശേഷം വരം നൽകുകയുണ്ടായി. അതോടെ അപ്രത്യക്ഷമായി ഭഗവാൻ. പിന്നെ വിശ്വകർമ്മ അവരോട് പറയുണ്ടായിരുന്നു കശ്യപമുനി, ഇതേപോലെ ഞാൻ കണ്ട രൂപം എനിക്ക് കൊത്തിത്തരണം. ദാരു മരം കൊണ്ടാണ് ഭഗവാനെ നിർമ്മിച്ചത്. അങ്ങനെ കശ്യപമുനി തന്നെയാണ് ഈ ദാരു വിഗ്രഹത്തിനെ പ്രതിഷ്ഠ ചെയ്തു എന്ന് ഐതിഹ്യം പറയുന്നു. സംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നുണ്ട്, കന്ദർഭ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹംഭജാമിം. കന്ദർഭ കോടി കോടിക്കണക്കിന് കാമധേനവും കൂടി ആകർഷിക്കപ്പെടുന്നു ഭഗവാന്റെ സൗന്ദര്യം. അത്രയും മനോഹരമാണ് ഭഗവാൻ, അത്രയും സൗന്ദര്യമാണ് ഭഗവാൻ. അതേപോലെ തന്നെ ഇവിടെ ശംഖ് ചക്ര ഗഥാപത്മത്തോട് ഭഗവാൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം അത്ര വലിയ താമര ഇതളുകൾ പോലെയാണ് ഇവിടുത്തെ ഭഗവാന്റെ കണ്ണുകൾ. അത്രയും സൗന്ദര്യമാണ്. പിന്നെ വന്നിട്ട് ശ്രീദേവി തായാരും ഭൂദേവി തായാരും സന്നിധരാണ് ഭഗവാന്റെ അടുത്ത്. മറ്റേ തിരുച്ചിറ പള്ളിയിൽ ഒരു ദിവ്യദീക്ഷ ഉണ്ട്, ശ്രീ പുണ്ടരീകാക്ഷ പെരുമാൾ. അവിടുത്തെ ഈ പുണ്ടരീകാക്ഷ പെരുമാൾ പോലെ തന്നെയാണ് ഈ ഭഗവാനുടെ കണ്ണുകളും. അത്ര മനോഹരമായി വലുതായി താമര ഇതളുകൾ പോലെ ഉണ്ടാവും കാണാൻ. ഭഗവാന്റെ ഭക്തരും ഉള്ളത് കാരണം കൊണ്ടാണ് ഈ കൊല്ലങ്കോട് തന്നെ ഇത്രയും മനോഹരമായി കാണപ്പെടുന്നത്. ഇപ്പോഴും അമ്പലത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഗോവിന്ദമല, കശ്യപമുനി തപസിരുന്ന സ്ഥലം. ഇപ്പോഴും ഭഗവാന്റെ ചെറിയ കാൽപ്പാടുണ്ട്. അതിൽ ശംഖിൻ്റെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വർഷം ജനുവരി മാസത്തിൽ ഇപ്പോഴും അവിടെ ഉത്സവങ്ങളും അവിടെ ഗോവിന്ദമലയ്ക്ക് പോയി ഗോവിന്ദ എന്ന നാമജപം കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. ഇവിടുത്തെ നാട്ടുകാരും പിന്നെ ആൾക്കാരും മഹാഭാഗ്യവാനാണ്. കാരണം ഭഗവാൻ തന്നെ സന്നിധനാണ്. ഈ ഭഗവാന്റെ ഭക്തരും ഇവിടെ സന്നിധനായത് കാരണം കൊണ്ടാണ് കൊല്ലങ്കോട് തന്നെ ഇത്ര മനോഹരമായി കാണപ്പെടുന്നത്. കേരളത്തിൽ തന്നെ ദാരു വിഗ്രഹമായിട്ട് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ, കൊല്ലങ്കോട് പാലക്കാട് മാത്രമേ ഉള്ളൂ. ഈ ഒരു അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ ദാരു വിഗ്രഹം. പിന്നെ കേരളത്തിൽ എവിടെയും ഇല്ല. കാച്ചാംകുരിശി കശ്യപമുനി പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹമാണ്. അത് കാരണം കൊണ്ടാണ് കശ്യപകുരിശിയിൽ നിന്ന് പേര് വന്നത്. പിന്നെ അത് കാലക്രമേണ കാച്ചാംകുരിശിയിൽ നിന്ന് പേര് അറിയപ്പെടുകയുണ്ടായി. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തുള്ള ആൾക്കാർ ഭഗവാനെ പോയി ദർശനം എടുക്കണം, ഭഗവാന്റെ അനുഗ്രഹവും മേടിക്കണം. കാച്ചാംകുരിശിയെ പറ്റിയും ഭഗവാനെക്കുറിച്ചും പറ്റിയും പറയുകയാണെങ്കിൽ ഈ വീഡിയോ തന്നെ പോരാ. എന്നാലും എനിക്ക് അറിയുന്നത് നിങ്ങൾക്ക് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു നല്ലൊരു ടോപ്പിക്കുമായി കാണാം. ഹരേ കൃഷ്ണ.